Hey guys, welcome to Scale Wheels. അപ്പോൾ ഞാൻ പുതിയൊരു കാറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഏതാണ് കാർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇത് അൺറാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത മോഡൽ. ഇത് സുസുക്കിയുടെ 1:24 സ്കെയിലിൽ വരുന്ന ഒരു മോഡലാണ്. മാത്രമല്ല ഇത് സുസുക്കിയുടെ ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ ഇവിടെ ബമ്പർ നോക്കിയാൽ ജിമ്നിയുടെ ഒരു സ്റ്റിക്കർ വർക്ക് കാണാം. ബാക്കിലേക്ക് വരുവാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഇവിടെ ജിമ്നിയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബമ്പറിലും കൊടുത്തിട്ടുണ്ട് ജിമ്നിയുടെ ഒരു ബാഡ്ജിങ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു പാർട്ടാണ് ഇതിൻ്റെ ഈ ടയർ വരുന്നത്. സാധാരണ വണ്ടിയിലൊക്കെ ടയർ വരുമ്പോൾ അതായത് സ്കെയിൽ മോഡൽ ടയർ വരുമ്പോഴത്തേക്കും ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്തൊരു റബ്ബർ മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതൊരു എയർ ഫില്ലായിട്ടുള്ള അതായത് ടയറിൽ കാറ്റ് നിറച്ച പോലത്തെ ഒരു ഫീല് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണിത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ബമ്പറും ഗ്രില്ലിയാണ് എടുത്ത് പറയേണ്ടത്. ഇതിൻ്റെ ഒരു ഹണികോമിൻ്റെ ഡിസൈനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എൻഡ് ടു എൻഡ് ഡീറ്റെയിലിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് ഗ്ലാസ്സിലാണ്. ഇത് ബേൺ ചെയ്യുന്നതാണ്. ഹെഡ്ലൈറ്റും ടെയിലൈറ്റും ഒക്കെ വർക്ക് ആവുന്നതാണ്. പിന്നെ ഇത് 3 ഡോർ വെഹിക്കിളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡോർസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബോണറ്റും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഞാനൊക്കെ ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ 2 ഡോറും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബൂട്ടും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ബൂട്ടിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബൂട്ടാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിലോട്ട് വരുമ്പം അടിപൊളി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ ഡാഷ്ബോർഡ് ആണെങ്കിലും സ്റ്റിയറിംഗ് ആണെങ്കിലും നല്ല വെൽ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ അതിൻ്റെ സ്ക്രീനെ നോക്കി കഴിഞ്ഞാൽ ജിമ്നിയുടെ ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. സ്റ്റിയറിംഗ് പിന്നെ സ്റ്റീരിയോ സെറ്റപ്പ് എല്ലാം അവിടെ എൻഡ് ടു എൻഡ് ഡീറ്റെയിലിംഗിലാണ് കൊടുത്തിട്ടുള്ളത്. ഡോറിലോട്ട് വരുമ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ സ്പീക്കറിൻ്റെ സെറ്റപ്പ് കാണാം. പിന്നെ അകത്തുനിന്ന് ഡോർ തുറക്കാനുള്ള ഒരു ലോക്കിൻ്റെ സെറ്റപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഹുഡ് നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഹുഡിൽ നോക്കുകയാണെങ്കിൽ ഒരു മിനിമം ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. എഞ്ചിൻ്റെ ഒരു സെറ്റപ്പ് ഒരു എഞ്ചിൻ സെറ്റപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വയറിംഗ് സിസ്റ്റം ഒക്കെ ആയിട്ട് ഒരു മിനിമം ഡീറ്റെയിലാണ് എഞ്ചിൻ സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. സോ ഇത്രയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ BMW ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് വരുന്നത്. അതുവരെ എല്ലാവർക്കും ബൈ.